ഈ ഗാനം. ഇപ്പോൾ അതിൽ ചില ചരണങ്ങൾ മുസ്ലിങ്ങൾക്ക് പാടാൻ പറ്റില്ല, അത് വിശ്വാസത്തിനെതിരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. ദുർഗയെക്കുറിച്ച്, ലക്ഷ്മിയെക്കുറിച്ച്, സരസ്വതിയെക്കുറിച്ച് അതിൽ പാടുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ മുസ്ലിം മതവിശ്വാസത്തിൻ്റെ വീക്ഷണത്തിൽ തന്നെ നോക്കിയാൽ ഇതിൽ കഥയില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണം ഈമാൻ കാര്യം 6 എണ്ണമാണ്. അതിലൊന്ന് മലക്കുകളെയും അംബിയാ മുർസലീങ്ങളെയും വിശ്വസിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഇതുവരെ ഉള്ള എല്ലാ പ്രവാചകന്മാരെയും ഗുരുക്കന്മാരെയും വിശ്വസിക്കുക എന്നുള്ളതാണ് അതിലെ പൊരുൾ. അങ്ങനെയാണെങ്കിൽ ദുർഗയും സരസ്വതിയും അതുപോലെ ലക്ഷ്മിയും വിദ്യയുടെ ഐശ്വര്യത്തിൻ്റെ ഈ മാലാഖകളെ ബഹുമാനിച്ചാൽ എന്താണ് തെറ്റ് എന്ന് എൻ്റെ മനസ്സ് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ജിഫ്രി തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ പുതിയ ഫത്വ ഇറക്കി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. നിന്റെ മനസ്സങ്ങനെ പലതും ചോദിക്കും. നിന്റെ മനസ്സങ്ങനെ ചോദിക്കുന്നെന്ന് കരുതി നീ നിന്നെ ഈ പറയുന്ന ജിഫ്രി തങ്ങളുമൊന്നും ആയിട്ട് കമ്പയർ ചെയ്യലോടോ. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരേ സ്വഭാവത്തിലുള്ള, സാമ്യതയുള്ള, ഒരേ ഫീച്ചറുകളുള്ള, അല്ലെങ്കിൽ ഒരേ ക്വാളിറ്റിയുള്ള, ഒരേ ഗുണമേന്മയൊക്കെയുള്ള ഒരേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റണം. കമ്പയർ ചെയ്യണമെങ്കിൽ സാമ്യതകൾ വേണം. തുലനം ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? സ്വഭാവ ഗുണങ്ങള് അല്ലെങ്കിൽ വിശേഷണങ്ങള്, അങ്ങനെ പലതിലും സാമ്യതകൾ ഉണ്ടാവണം. അതൊന്നും ഇല്ലാത്ത ജിഫ്രീതങ്ങളൊക്കെ ആയിട്ട് നിന്നെ കമ്പയർ ചെയ്യേ. നീ ചിരിപ്പിക്കല്ലടാ കുട്ടി, നീ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. കാരണം വല്ലാതെ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ, കോമൺ സെൻസിനെ നിനക്കതില്ലെങ്കിൽ ഇല്ല, ശരി, പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ഇല്ലെന്ന് മാത്രം നീ തെറ്റിദ്ധരിക്കല്ലേ. ആളുകളെ ഒന്നടങ്കം ഇങ്ങനെ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടി എടുക്കല്ലേ ദയവ് ചെയ്തിട്ട്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളൊക്കെ ആയിട്ട് നിന്റെ മനസ്സ് പറയുന്നതിന് അങ്ങനെ നിന്റെ മനസ്സ് പലതും പറയും. നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടൊന്നും ഞാൻ പറയില്ല. വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് വിവരം ഉണ്ടാവണമെന്നൊന്നും അങ്ങനെ ഒരു വാദമൊന്നും എനിക്കില്ല. പക്ഷെ നിനക്ക് വിവരം ഇല്ലാത്തത് കൊണ്ട് നിന്റെ മനസ്സ് നിന്നോട് പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനപ്പുറം നീ എന്താക്കരുത്, നിന്നെ തന്നെ ജിഫ്രി തങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യേ. അതിന് മാത്രം ആയിട്ടില്ല അവതക്കുട്ടി. ജിഫ്രി തങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ വിശേഷണങ്ങൾക്ക് അപ്പുറമാണ്. അതൊരു ഉമ്മത്തിന്റെ നായകനാണ്. ആ നായകന് എന്നൊക്കെ പറയുന്നത്, ആ വിഷയം വളരെ വൈകാരികമായി പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകുന്നില്ല. അപ്പൊ ദയവ് ചെയ്തിട്ട് അവളക്കുട്ടി, നിനക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നീ അത് വാങ്ങിയിട്ട് തിന്നോ. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു രീതിയിലുമുള്ള ഒരു പരാതിയും ഒരാൾക്കും ഇല്ല. മനസ്സിലായില്ലേ? മുസ്ലിം സമുദായത്തിന് തീരെയില്ല. നിന്റെ കാര്യത്തിലൊന്നും നീ എന്ത് ചെയ്യുന്നു, നീ എങ്ങനെ തിന്നുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു പരാതിയുമില്ലെന്നേ. അപ്പൊ എവിടുന്നാ എന്താ കിട്ടുന്നതെന്ന് വാങ്ങിയിട്ട് തിന്നോ, അതൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ ദയവ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ ഒരു 7 അയലത്തെത്താൻ പോലും നീ ആയിട്ടില്ല. അത് നീ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? പിന്നെ ജിഫ്രി തങ്ങൾ ഫത്വ കൊടുക്കാൻ, ജിഫ്രി തങ്ങൾക്ക് പുതിയതായിട്ട് ഫത്വ ഒന്നും ഇല്ലടോ. മനസ്സിലായില്ലേ? ജിഫ്രി തങ്ങൾക്ക് അത് നീയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത് കാര്യം എന്ന് പറയുന്നത്, ഈ ദീന് ഇസ്ലാം എന്ന് പറയുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് കംപ്ലീറ്റ് ചെയ്തതാ. അന്ന് കംപ്ലീറ്റ് ചെയ്തത് തന്നെയാണ് ഇന്നും ഇസ്ലാമിന്റെ നിയമങ്ങള്. ആ നിയമങ്ങള് ഇന്നെന്ന് മാത്രമല്ല, ഇനി എത്ര കാലമുണ്ടോ അത്രയും കാലം അത് തന്നെയാ. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് പൂർത്തീകരിച്ച് തന്റെ ദൗത്യം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്തോട് വിട പറയുന്നത്. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്താ പറയേണ്ടത്, കൂട്ടിച്ചേർക്കലുകളില്ല, തിരുത്തലുകളില്ല, അഡ്ജസ്റ്റ്മെന്റുകളില്ല, വിട്ടുവീഴ്ചകളില്ല, പഴയതും പുതിയതും ഇല്ല, എല്ലാം ഒന്നേ ഉള്ളൂ. അതന്ന് അവിടെ അള്ളാന്റെ റസൂല് ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഞാൻ പൂർത്തീകരിച്ചു എന്ന്. അത് അള്ളാന്റെ റസൂലിന്റെ ഒരു താക്കീത് കൂടിയാ.
ഈ ദീനില് ഇനി നിങ്ങളാരുടെയും ഒരു പുതിയ കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യമില്ല. ഇത് ഇവിടെ കംപ്ലീറ്റഡ് എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞു വെച്ചത്. അപ്പൊ അതുകൊണ്ട് ജിഫ്രി തങ്ങളെയൊക്കെ അങ്ങനെയൊന്നും നീ കാണല്ലടോ അവളക്കുട്ടി. അതൊക്കെ എന്റെ പൊന്നു മോനെ, ദയവ് ചെയ്തിട്ട് ഞാന് ജഫ്രി തങ്ങളുടെ പേരൊക്കെ ഈ ഇതിൽ പറയുന്നത് കൊണ്ടാണ്. ഇത് അല്ലെങ്കിൽ നിനക്കുള്ള മറുപടി ഒന്നും ഇങ്ങനെയൊന്നല്ല തരേണ്ടത്. കാരണം എന്തിനാടാ ഇങ്ങനെ എരന്ന് നക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് പോരാഞ്ഞിട്ടും നിന്റെയൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളിൽ അവളക്കുട്ടി, നീ ഒരു കാര്യം പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇപ്പോ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇപ്പോ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മാസം എന്ന് പറയുന്നത് റബീഉൽ അവ്വൽ മാസമാണ്. ഈ മാസത്തിൽ ജീവിക്കുമ്പോ അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പുണ്യ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മാസം. ആ മാസമാണ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. ഞാൻ ഇതിലേക്ക് വരാം. അപ്പൊ ഇതൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയായിരിക്കും. അപ്പൊ പേരൊന്നും പറയാത്തത് വേറൊന്നുമല്ല, നമ്മൾ അങ്ങനെ അതൊരു മോശമാക്കി കാണാൻ വേണ്ടിയിട്ടൊന്നല്ല. അപ്പൊ ആ വ്യക്തിയുടെ ഒരു പോസ്റ്റ് കണ്ടു, സോഷ്യൽ മീഡിയ കുറിപ്പ്. ആ കുറിപ്പിനൊപ്പം അദ്ദേഹം ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. ആ ചിത്രം മദീന മുനവ്വറയിൽ നിന്നുള്ള ചിത്രമാ. ആ ചിത്രം പങ്കുവച്ചിട്ട് ആ മനുഷ്യന് അവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം ഇങ്ങനെ വിശദീകരിക്കുക. അതിങ്ങനെ വിശദീകരിക്കുമ്പോൾ അതിനിടയിൽ ആ മനുഷ്യൻ പറയുന്ന ചില വാക്കുകളുണ്ട്. അപ്പൊ ആ മനുഷ്യൻ അവിചാരിതമായിട്ടാണ് മദീനയിൽ എത്തുന്നത്. എങ്ങനെ പറഞ്ഞാൽ, മറ്റൊരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക്, മലയാളിയാണ്, പക്ഷെ അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വന്നു. അത് എന്തോ ഒരു കാരണവശാല് അത് സൗദി അറേബ്യ വഴിയായി യാത്ര. ആ സൗദി അറേബ്യ വഴി യാത്ര ചെയ്തപ്പോ അദ്ദേഹം കരുതി, സൗദിയിൽ വന്നല്ലോ, എന്നാ പിന്നെ ഒരു ഉംറ ചെയ്തിട്ട് പോകാം. അങ്ങനെ അദ്ദേഹം ഉംറ നിർവഹിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു, അത് നിർവഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മദീന മുനവ്വറയിലെത്തുന്നു. അങ്ങനെ ആ മദീന മുനവ്വറയിലെത്തിയപ്പോ ആ മനുഷ്യൻ അവിടെ കണ്ട കാഴ്ചകൾ ഇങ്ങനെ വിവരിക്കുക. അതിങ്ങനെ വിവരിക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ, ആ മനുഷ്യന് ചെറിയ ആശയപരമായിട്ട് ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളായിട്ടുള്ള സുന്നി പ്രവർത്തകരുമായിട്ട് ചെറിയ ആശയ വ്യത്യാസമുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യൻ മദീന മുനവ്വറയില് അള്ളാന്റെ റസൂലിന്റെ പള്ളിയില് ആ മിമ്പറിന്റെ ചാരത്ത്, ആ മക്ബറയുടെ ചാരത്ത് ആ മനുഷ്യനെത്തിയപ്പോ അവിടെ കണ്ട കാഴ്ചകളിൽ നിന്നും അദ്ദേഹത്തിന് അവിടെ ഫീല് ചെയ്ത ഒരു അനുഭവം ഉണ്ട്. എന്താണെന്നറിയോ? ആ അനുഭവം ആ മനുഷ്യൻ ഇങ്ങനെ കുറിക്കുകയാണ്. അപ്പൊ കുറിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സുന്നികളായിട്ടുള്ള ആളുകൾ, അവർക്ക് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, ആ അനുഭൂതി അതൊരു വല്ലാത്ത അനുഭൂതി. ആ മനുഷ്യൻ ഈ സുന്നി ആശയത്തിൽ പെട്ട ആളല്ല. അപ്പൊ ആ മനുഷ്യൻ പറയാണ്, അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ഭയങ്കര വലുതാണ് അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതെന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ പറയാണ്? അപ്പൊ അവരിവിടെ എത്തിയില്ലെങ്കിൽ പോലും, അവർ കേരളത്തിലാണെങ്കിൽ പോലും അള്ളാന്റെ റസൂലിനോട് വല്ലാത്ത മൊഹബത്താണ് അവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാന് ഈ വിഷയവുമായിട്ട് അത് ബന്ധം എന്താന്ന് ചോദിച്ചാല്, അപ്പൊ അങ്ങനെ ഈ അത്രമാത്രം അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് ഈ കൽബിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യര് ആ അള്ളാന്റെ റസൂലിനെ അത്രമാത്രം ഇഷ്ടാ. എന്നാലോ അള്ളാന്റെ റസൂലിനെ ആരാധിക്കോ? അള്ളാന്റെ റസൂല് അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂല് അള്ളയല്ല, അല്ലേ? എത്രയൊക്കെ മഹബത്ത് ഉണ്ടെങ്കിലും അത് അള്ളാന്റെ റസൂലാണ്, അല്ലാതെ അള്ളയല്ല. എന്ന് പറഞ്ഞാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവമല്ല, റബ്ബല്ല, ആരാധ്യനല്ല.
അല്ലെ? അള്ളാഹ് മാത്രമാണ് റബ്ബ് എന്നാണ് വിശ്വാസവും അങ്ങനെയാണ് പ്രവൃത്തിയും. എന്നാലോ അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്തില് എന്തെങ്കിലും കുറവുണ്ടോ? അപ്പൊ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരോട് എന്റെ പൊന്നവളക്കുട്ടി നീ വന്നിട്ട് പറയാണ് നിനക്ക് എവിടുന്നോ എന്തോ കിട്ടിയതിന്റെ പേരില്, അല്ലെങ്കിൽ ഇനി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി, ഇനിയും തുടർച്ചയായി അത് കിട്ടാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ വന്നിട്ട് ജിബ്രീ തങ്ങള് 10 പേർക്കണം എന്നൊക്കെ പറഞ്ഞാല്, പൊന്നവളക്കുട്ടി നീ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യം എന്താണെന്നറിയോ? ജീവനേക്കാളേറെ അള്ളാന്റെ റസൂലിനെ പ്രണയിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? എന്നാല് അള്ളാന്റെ റസൂലിനെ ആരാധിക്കുന്നവരല്ല എന്ന് കരുതിയാൽ അള്ളാന്റെ റസൂലിനെ അംഗീകരിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാന്റെ റസൂലിനെ അംഗീകരിക്കാണ്ട് ഒരു മുസ്ലിം ആവൂല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വിശ്വാസം പൂർണ്ണമാകുന്നെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് പോലെ തന്നെ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുകൂടി പറയണം, എന്നുകൂടി വിശ്വസിക്കണം. അതാണ് വിശ്വാസം. അവിടെയാണ് വിശ്വാസം കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ച റബ്ബ് ഏകനാണ്, അല്ലേ? അപ്പൊ അതിനിടയില് എന്റെ ഔലക്കുട്ടി ഈ പറയുന്ന ഫത്വ ഒന്നും ഇല്ലടോ. ഇവിടെ അങ്ങനത്തെ ഒരു ചിന്തയെ വേണ്ട. ഇവിടെ അങ്ങനൊന്നുമില്ല. ഇപ്പൊ പലരുടെയും ഈ വിമർശനങ്ങളും അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ എന്നൊക്കെ രൂപേണ പലരും സദാസമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങള് അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങള് 6-ാം നൂറ്റാണ്ടിലെ അതേ ലെവലിൽ പോയാ പോരാ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ പറയുന്നവർക്ക് ഒരു കാര്യം അറിയാം, എന്താണ്? അന്നത്തത് തന്നെയാണ് ഇന്നത്തതും നിയമം. അത് ഇന്നത്തത് മാത്രമല്ല, എന്നേക്കുമായിട്ടുള്ള നിയമവും അത് തന്നെയാ. അപ്പോ അപ്ഡേഷൻ ഇല്ല. ഇത് സോഫ്റ്റ്വെയർ അല്ല. നിന്റെ ഫോണിൽ കിടക്കുന്ന, നിന്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ കിടക്കുന്ന, അല്ലെങ്കിൽ മാക്ബുക്കിൽ കിടക്കുന്ന സോഫ്റ്റ്വെയർ അല്ല അപ്ഡേറ്റ് ചെയ്യാൻ. മനസ്സിലായില്ലേ? അള്ളാന്റെ റസൂൽ അന്ന് പറഞ്ഞതാ, ഇതിന് അപ്ഡേഷൻ വേണ്ട, ഇത് കംപ്ലീറ്റഡ് ആണ്. ബഗ് ഫിക്സ് ചെയ്യാൻ ഇവിടെ ബഗ് ഇല്ല. ബഗ് ഇല്ലടോ. ബഗ് ഉണ്ടാവാൻ ഇവിടെ യാതൊരു സാധ്യതകളുമില്ല. ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. അതുകൊണ്ട് പുന്നാര ഔലക്കുട്ടിനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ദയവ് ചെയ്തിട്ട് വാങ്ങിക്കോ, തിന്നോ, എന്ത് വേണം ചെയ്തോ. പക്ഷേ ഇമാതിരി വർത്താനായിട്ടും വരരുത്. അത് എന്തിനാന്ന് വെച്ചാല് നീ ഇങ്ങനെ വർത്താനം പറയുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താ കാര്യം? നീ തന്നെ ഈ പറയുന്ന സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരാവുകയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ് കാര്യം. അപ്പൊ അത് വെറുതെ ഈ പറയുന്ന ആളുകൾക്ക് മുന്നിൽ വഷളാവാതിരിക്കാൻ ഇത്തരം വർത്താനങ്ങള് അങ്ങനെ ഉണ്ടല്ലോ, പൊട്ടത്തരം പറഞ്ഞിട്ട് വെറുതെ നാണം കെടുന്നതിന് പകരം അത് പറയാതിരിക്കലല്ലേ. മനസ്സിലായോ? അപ്പോ പൊട്ടത്തരം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി അങ്ങനെ അത് പറയാതെ ഒരു രക്ഷയില്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്താ? അപ്പൊ അവര് ഒന്നാമത് വീട്ടിലിപ്പോ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. അവർക്കൊക്കെ ഒരു പിതാവ് എന്നുള്ള രീതിയിൽ, ഭർത്താവ് എന്നുള്ള രീതിയിൽ നിന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും. അപ്പൊ അവര് നീ പൊട്ടത്തരം പറഞ്ഞാലും നാട്ടുകാരോട്ട് പറയില്ല. മനസ്സിലാക്കണം. ഈ നാട്ടുകാരറിയുമ്പോഴാണല്ലോ, ഈ ജനങ്ങള്, പൊതുസമൂഹം അറിയുമ്പോഴാണല്ലോ ഈ നാണക്കേട്. വീട്ടുകാരറിഞ്ഞാൽ അത് അവരവിടെ തീർത്തോളും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ പൊട്ടത്തരൊന്നും പറയരുത്. മനസ്സിലായില്ലേ? ജിബ്രീ തങ്ങൾ എന്നൊക്കെ പറയുമ്പോ അത് എന്റെ പൊന്നുമോനെ നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. ജിബ്രീ തങ്ങളൊക്കെ ആയിട്ട് നിന്നെ കമ്പയർ ചെയ്യുക, അതിന് മാത്രമൊക്കെ ഉണ്ടടാ നീ. എന്തൊരു കോമഡി അവളക്കുട്ടി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവളക്കുട്ടി എന്താന്ന് വെച്ചാല്, അവളക്കുട്ടി ഈ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചല്ലോ. എന്തേ ഈ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ റീല് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവളക്കുട്ടി എന്താ കരുതിയത്? അവളക്കുട്ടി എവിടെയെങ്കിലും പോയി കയറിയ അത് അവളക്കുട്ടി ആയതുകൊണ്ട് എല്ലാരും പിന്നാലെ വരുമെന്ന് കരുതിയോ? അതാണ് അവളക്കുട്ടി തെറ്റുന്നത്. അവളക്കുട്ടിനെ കണ്ടിട്ടല്ല ഇവിടെ എന്നൊക്കെ പറയുന്നത്. നിനക്കിപ്പോഴും എന്താ പ്രശ്നം അറിയോ? നിന്റെ ബുദ്ധി
എല്ലാവരുടെയും ബുദ്ധി ലിമിറ്റഡാ. പക്ഷെ അതിൽ നിന്റെ ബുദ്ധി എന്ന് പറയുന്നത് അതിലേറെ ലിമിറ്റഡ് ആയിപ്പോയി. എസ്പെഷ്യലി ഈ ഉമ്മത്തിന്റെ കാര്യത്തില്. ഈ ഉമ്മത്തിനെ മനസ്സിലാക്കാൻ നിനക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇനി അത് സാധിക്കുമെന്ന് ചോദിച്ചാല് ഇല്ല എന്നുള്ളതായിരുന്നു എന്റെ മറുപടി. ഇനി ഒരു മേ ബി നിനക്ക് ചിലപ്പോ ഇത് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞിട്ടൊന്നും ഇരിക്കില്ല. പക്ഷെ നിനക്ക് നിന്റെ വയറ്റിപ്പഴപ്പാണല്ല പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നീ അത് സാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാവാത്ത രീതിയിൽ ഒരു അഭിനയം. കാരണം വയറ്റിപ്പഴപ്പൊരു പ്രശ്നമാണ്, വിശപ്പൊരു പ്രശ്നമാണ്. ആ വിശപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം മേ ബി, അറിയില്ല. എന്താണെങ്കിലും ഇനി അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ പിന്നെ നിന്നോട് വർത്താനമില്ല. ഇനി അല്ലാതെയാണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ദയവ് ചെയ്തിട്ട് ഈ പറയുന്ന ഈമാൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കര വാചാലനാവുന്ന ആള് ഈമാൻ കാര്യങ്ങള് എത്രയാണ് അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് എന്നൊന്നല്ല പറയേണ്ടത്. ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഇതിന്റെ ഫസ്റ്റ് ബേസിക് അടിസ്ഥാനം എന്താണെന്നറിയോ? ഈമാൻ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, ഇസ്ലാം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ഒരു എന്താ പറയേണ്ടത്, ഒരു ലൈൻ ഉണ്ട്. അതൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് 6-ാം നൂറ്റാണ്ടിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ റസൂല് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിച്ചതാണ്. ഇനി അപ്ഡേഷൻ വേണ്ട, റീപ്ലേസ്മെന്റ് വേണ്ട, പുതിയത് കൂട്ടിച്ചേർക്കേണ്ട, അങ്ങനെ ഒരു രീതിയിലുമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഇനി ഇവിടെ ആവശ്യമില്ല. അത് ഉണ്ടാവുകയുമില്ല. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ സംഭവം. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, അവളക്കുട്ടി അള്ളാന്റെ റസൂലിനെ അത്രമാത്രം പ്രണയിക്കുന്നവരാണ് ഈ ഉമ്മത്ത്. എന്നിട്ടും ആ മഹബത്ത് ഉള്ളിൽ കിടന്നിട്ട് അങ്ങനെ, എന്നിട്ടും അള്ളാന്റെ റസൂലിന് അള്ളാന്റെ റസൂലായിട്ടാണ് കാണുന്നത്, അല്ലാതെ അള്ളയായിട്ടല്ല. മനസ്സിലായില്ലേ? ഞാൻ മറ്റുള്ളതൊന്നും പറയാത്തത് നമ്മൾ അങ്ങനെ എന്താ പറയേണ്ടത് വേറെ രീതിയിലേക്ക് പോവാനല്ല. നമ്മളെ കാര്യം പറയാണ്. എന്താണെന്ന് വെച്ചാല് അത് ജസ്റ്റ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, എന്നാൽ വെരി വെരി പവർഫുൾ. എന്നേക്കുമായി എക്കാലത്തേക്കുമായിട്ട് ഇതിൽ മാറ്റങ്ങളില്ല, ഇതിൽ അപ്ഡേഷനുകളില്ല, ഇതിൽ കൂട്ടിച്ചേർക്കലുകളില്ല. അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല മിസ്റ്റർ അബ്ദുള്ള കുട്ടി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ പറയുന്ന കമ്പാരിസണൊക്കെ ആയിക്കോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്നോളം പോന്നവരുമായിട്ട് കമ്പാരിസൺ ചെയ്യ് ദയവ് ചെയ്ത്.